ചില ഡ്രൈവർമാരെ റഫ് ഡ്രൈവിങ് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ അവരോട് ഒരു പുച്ഛം തോന്നും. നമ്മളതിന് ചോദിക്കും, എന്തിനാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടേണ്ടത്? നല്ല ഉഷാറായിട്ട് ആരും അറിയാതെ ആർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഗിയർ മാറ്റി ആർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ ഓണടിച്ച് പോവുക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓണടിച്ച് പോവുക. അങ്ങനെ പോകുമ്പോൾ തന്നെ ആ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ എന്തൊരു രസമാണത് അല്ലേ? ബസ് ഡ്രൈവിങ് ഒരു ഹരം തന്നെയാണ്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ബസ് ഭ്രാന്ത് ഉണ്ടാകാനേ ഒരു രസകരമായിട്ടുള്ള കാരണം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഈ ബസ് ഭ്രാന്ത് കൊണ്ട് എനിക്ക് നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അന്നത്തെ കാലത്ത് ബസ്സിലൊരു ഡ്രൈവിംഗ് ചാൻസ് എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടറി അടിച്ച മാതിരിയാണ്. കാരണം അന്ന് ബസ്സിൽ ഡ്രൈവർ ചാൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 5000 രൂപ കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ബസ്സിൽ എക്സ്പീരിയൻസ് വേണം. അന്ന് മലപ്പുറം ജില്ലയിൽ മിനി ബസ് സ്റ്റാർട്ടാകേണ്ട കാലമാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ മിനി ബസ്സുകളുള്ളൂ, വിരലിലെണ്ണാവുന്ന മിനി ബസ്സുകൾ ഇവിടെ ഉള്ളൂ. അതിനു മുമ്പ് ഞാൻ രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞില്ലേ, അത് പറയാം. ഞാൻ സ്കൂളിലേക്ക് നടന്നാണ് സാധാരണ പോവാറ്. അതായത് ഞാൻ 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ നടന്നു പോവാണ്. ചെറുവമ്പ് സ്കൂളിൻ്റെ അവിടെ എന്നും ഒരു ബസ് കൊണ്ട് നിർത്തും. അതിൽ നിന്ന് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്, ഡ്രൈവറോട് അൽമോ എന്ന് വിളിക്കും. അപ്പോൾ അതിൽ ഡ്രൈവർ ഒന്ന് ഓണടിക്കും, കൈകൊണ്ട് ഇങ്ങനെ കാട്ടിക്കൊടുക്കും. എന്നും ഇങ്ങനെ കാണും ഞാനത്. അപ്പോൾ ഞാൻ ഈ കുട്ടികളോട് ചോദിച്ചും, നിങ്ങളെന്താ അവനെ വിളിക്കേണ്ടത് വെച്ചും, അവനെ ടൈറ്റ് വരുന്ന റസാക്ക് എന്ന പേര് അൽമുറസാക്ക് എന്നാണ് വിളിക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം നേരെ വൈകിട്ട് വരുന്ന സമയത്ത് ചട്ടിപ്പറമ്പിലെത്തുമ്പോൾ ഈ ബസ് പാസ് ചെയ്ത് പോയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് അൽമോന്ന് വിളിച്ചു. അൽമോന്ന് വിളിച്ച സമയത്ത് ഇവനൊന്ന് ഓണടിച്ച് കണ്ട് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു തന്നു. എൻ്റെ കൂടെയുള്ള കൂട്ടുകാരനോട് ചോദിച്ചു, എനിക്കറിയാം ആ ഡ്രൈവറെ വെച്ചു. പിന്നെ നമുക്കറിയാതെ എന്ന് പറഞ്ഞ് നമ്മൾ ഒന്ന് കോളറൊക്കെ ഒന്ന് പൊന്തിച്ചു. നേരെ വൈകിട്ട് ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അൽമോന്ന് വിളിക്കുമ്പോൾ അവൻ ഇങ്ങനെ കൈകൊണ്ട് കാട്ടും. അതേപോലെ അവനെല്ലാവരും അറിയും ചെയ്യും, അവനെല്ലാവരും വിളിക്കും, അവൻ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഒരു എന്താ പറയുക, അവനോട് പ്രത്യേക ഒരു ഇഷ്ടം തോന്നി. അപ്പോൾ ആ ഡ്രൈവിങ്ങിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നി. അങ്ങനെ ഒരിക്കൽ ടീച്ചർ ചോദിച്ചു, നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പലതും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ബസ് ഡ്രൈവർ ആകാൻ ആഗ്രഹം എന്ന് പറഞ്ഞു. എന്താ വെച്ചു, ഒന്നുമില്ല, അതാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ബസ് ഡ്രൈവിങ് ഇങ്ങനെ മനസ്സിൽ കയറി തലയിൽ കയറി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 10ാം ക്ലാസ് എത്തി. 10ാം ക്ലാസ് എത്തിയപ്പോഴും ഇതിങ്ങനെ എന്താ പറയുക, അതിങ്ങനെ മനസ്സിലിങ്ങനെ നമ്മൾ ബസ് ഡ്രൈവ് ചെയ്തിട്ട് ഇങ്ങനെ സ്വപ്നം കാണും. രാത്രി കിടക്കുകയാണെങ്കിലും നടന്നു പോവുകയാണെങ്കിലും എല്ലാ സമയത്തും അതുതന്നെ കാണുക. പിന്നെ ആ ബസ് ഡ്രൈവിങ് മാറി ഗൾഫിൽ ഡ്രൈവ് ചെയ്യൽ തുടങ്ങി. പിന്നെ ഒരു ബസ് സ്വന്തമാക്കി അതിൽ ഡ്രൈവ് ചെയ്യൽ തുടങ്ങി. ഈ 10ാം ക്ലാസ് നിന്നാട്ടോ ഈ സ്വപ്നമൊക്കെ കണ്ടത്. പിന്നെ എനിക്ക് ആ എക്സാം ആയ സമയത്ത് ഇതന്നെ ഉള്ളൂ, പഠിച്ചാൽ തലയിൽ കയറൂല. അങ്ങനെ ഒരുപാട് ചൊറയായപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ ഒന്ന് പോയി ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട്. ഒരു 10ാം ക്ലാസ് തന്നെ കേട്ടോ പോകേണ്ടത്. അന്നൊക്കെ ഒരു മടിയാണ് സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകേണ്ടത്. എന്നാൽ തന്നെ ഇങ്ങനെ ആരെയും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കാണ്ട് ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറെ അടുത്ത് ചെന്നുകാണ്ട് ഞാനിങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഡോക്ടർ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ എൻ്റെ മുഖത്ത് നോക്കിയാണ്ട് ഒരു ലിസ്റ്റിൽ ഇങ്ങനെ ഒന്ന് എഴുതി തന്നു. ഞാൻ നോക്കുമ്പോൾ അതിലൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടർ ഇതിലൊന്നുമില്ലല്ലോ, മരുന്നൊന്നുമില്ലല്ലോ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മരുന്നിൻ്റെ ആവശ്യമില്ല, ഒരു കാര്യം ചെയ്യണേ, ഈ സ്വപ്നം കാണൽ നിർത്തരുത്, തുടർന്നുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് ഈ സ്വപ്നത്തിൻ്റെ ബാക്കിൽ പോയിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ എന്താ വേണ്ടതെങ്കിൽ നീ പഠിക്കുകയാണ് വേണ്ടത്. പഠിച്ചിട്ട് നീ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ബസ് വാങ്ങിയിട്ട് ഈ ബസ് മാത്രമൊന്നുമല്ല പല ബിസിനസ്സും തുടങ്ങണം എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു മാനസിക രോഗമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഡോക്ടറെ അടുത്ത് പോയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ്, ഇത് നല്ല കാര്യമാണ്, സ്വപ്നം കാണണം, ഇതിൻ്റെ ബാക്കിൽ പോകണം, എന്നിട്ട് അത് പ്രാവർത്തികമാക്കണം എന്നാണ്. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്ന് അബുദാബിയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ ടൈപ്പ് റൈറ്റിംഗ് ഒന്ന് പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കോട്ടയ്ക്ക് ദീപ്തി കോളേജിൽ പോയിട്ട് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയി. അതിൽ നല്ല ഹൈ സ്പീഡ് ടൈപ്പ് റൈറ്റിംഗ് ചെയ്യുന്നു കേട്ടോ. അവിടുന്ന് ടീച്ചറാണ് പറഞ്ഞത് കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പോകേണ്ട സമയത്തൊക്കെ ബസ്സിൽ ഇങ്ങനെ കയറും, ബസ്സിൽ ഡ്രൈവർ എങ്ങനെ നോക്കും, ബസ് ഡ്രൈവ് ചെയ്യേണ്ടത് കാണും, ഭയങ്കര താല്പര്യം അത് നോക്കാൻ. അങ്ങനെ കമ്പ്യൂട്ടർ പഠിക്കാൻ ഞാൻ കൽപ്പഞ്ചേരി ബാഫയ്ക്ക് പോയി. അങ്ങനെ അവിടുന്ന് ഒരു വർഷത്തെ കോഴ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു. അപ്പോൾ ഈ ബസ്സിൽ ഡ്രൈവറാണെന്നുള്ള ആഗ്രഹമാണ്. അങ്ങനെ പല വണ്ടിയിലും ഡ്രൈവറായി പോയി, കാറിൽ, ജീപ്പിൽ, ഓട്ടോറിക്ഷയിൽ. അങ്ങനെയാണ് പടപ്പറമ്പ് കയറുന്നത്. കാരണം പടപ്പറമ്പ് വരാൻ കാരണം അവിടെ മിനി ബസ് ഇങ്ങനെ തുടങ്ങേണ്ട കാലമാണ്. ചന്തപ്പറമ്പിൽ അനസിൻ്റെ ഒപ്പ കുഞ്ഞിപ്പോക്ക ഒരു ടാറ്റ എടുത്തു 400. അപ്പോൾ കുഞ്ഞിപ്പോക്കനോട് ഞാൻ പറഞ്ഞു, ട്രിപ്പ് ഉണ്ടെങ്കിൽ പറയുകൊണ്ട് ഞാൻ പോയിക്കോളട്ടെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 400 ആയിട്ട് ഞാൻ പടപ്പറമ്പ് വരേണ്ട സമയത്ത് ഒരു പുതിയ മിനി ബസ് നിൽക്കുന്നത് കണ്ടോ. അവിടെ നമ്പർ പ്ലേറ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, പേര് എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ അറിയേണ്ട ഒരാളോട് ഞാൻ ചോദിച്ചു, ഇത് ആരെ വണ്ടിയാണെന്ന്. അപ്പോൾ പറഞ്ഞത് പാറമ്മൽ അമീറാക്കാൻ്റെ വണ്ടിയാണ് പറഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു, അയാളൊന്ന് കാണിച്ചു തരുമെന്ന്. അപ്പോൾ എന്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പണി ചോദിക്കാനാണ് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അതാണ് ആ നിൽക്കേണ്ട ആൾ. പക്ഷെ എന്താ അറിയോ, അയാളൊരു കുറച്ചൊരു സ്ട്രോങ് ആളാണ്. അയാൾ എപ്പോഴെങ്കിലും ചിരിക്കുന്ന സമയത്തൊന്ന് പോയാൽ മതി,
അപ്പം ജി ചെന്ന് ചോദിച്ചാൽ മതി, അല്ലാതെ ജി ചെന്ന് കണ്ട് ചോദിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അയാളെ കണ്ടുവച്ചു. അങ്ങനെ പാറമ്പൽ ജ്വല്ലറിൻ്റെ മുന്നിൽ മൂപ്പരിങ്ങനെ നിൽക്കുന്നുണ്ട്. മൂപ്പരും കുറച്ച് കൂട്ടുകാർ എപ്പോഴും ഉണ്ടാവും അവിടെ. അപ്പോൾ ചിരിക്കണ സമയമൊക്കെ ഉണ്ട്, പക്ഷേ ആ സമയത്തൊക്കെ കൂട്ടുകാരുണ്ടാവും മുന്നിൽ. 3 ദിവസം ഞാൻ അയാളെ വാച്ച് ചെയ്തു. എങ്ങനെയെങ്കിലും ആയിട്ട് ചിരിക്കണ മുഖമായിട്ട് അയാൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ട എപ്പോഴെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ പടപ്പറമ്പിലെ മലപ്പുറം റോട്ടിലൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ അയാൾ വാച്ച് ചെയ്യുമ്പോൾ അയാൾ ഒരു കാറുമ്മ ചാരി നിൽക്കാണ്ട് ഒരു ബസ് ഡ്രൈവറോട് ഇങ്ങനെ ചിരിച്ചുകാണ്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. ആ കിട്ടിയ അവസരത്തിൽ ഞാൻ അയാളുടെ അടുത്തേക്ക് പോയി. ഞാനങ്ങനെ പാറമ്മൽ അമീറാക്കാൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ പല കമ്പനിയിലും പണിയെടുത്തിട്ടുണ്ട്, നിങ്ങളെ കമ്പനിയിലൊരു ജോലി ചെയ്യണം താല്പര്യമുണ്ട്, എനിക്കൊരു പണി തരുമോ ചോദിച്ചു. അങ്ങനെ അമീറാക്ക എന്നോട് ചോദിച്ചു എനിക്ക് എന്താ പണിയാണ് വേണ്ടിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു ക്ലീനർ പണി മതിയെന്ന്. ഇയാൾ ചിരിക്കുന്നത് പതുക്കെ ഇങ്ങനെ മാറി വന്നാണ്. ഈ എന്താ എന്നെ കളിയാക്കാണോ ചോദിച്ചു. ഞാൻ വിചാരിച്ചില്ല, പോയി, ഈ ചാൻസും പോയി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചോദിക്കേണ്ടി വെച്ചു. എനിക്കെന്താ ഡ്രൈവിങ് അറിയില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡ്രൈവിങ് അറിയാം, പക്ഷേ നിങ്ങൾക്ക് അറിയാലോ ഇവിടെ മിനി ബസ്സിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിലോ പൈസ കെട്ടി വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ എക്സ്പീരിയൻസ് വേണം. എനിക്ക് മിനി ബസ്സിൽ പോയിക്കാണ്ടുള്ള ആൾക്കാരായിട്ട് പോയിക്കാനുള്ള എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ക്ലീനർ പണി ചോദിക്കേണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബസ് പേരൊക്കെ എഴുതിയിട്ട് ഇറങ്ങും. അതിൽ ഡ്രൈവർ അൽമുറസാക്കാണ്, അവനോട് ഞാൻ കാര്യങ്ങൾ പറയാം, എന്നിട്ട് ഈ അവൻ്റെ കൂടെ പോയിക്കോ. ഒന്ന് ലെവലാക്കിയതിന് ശേഷം ഈ വണ്ടിയിൽ ഡ്രൈവറായി കയറിക്കോ. അൽമുറസാക്കൊന്നും സ്ഥിരമായിട്ട് പോകില്ല, പിന്നെ എനിക്ക് അതിൽ സ്ഥിരമായിട്ട് പോകാറുണ്ട്. അത് കേട്ടപ്പോൾ ഉണ്ടായൊരു സന്തോഷം, കാരണം ആദ്യമായിട്ടാണ് നമ്മൾ എത്രത്തോളം ആഗ്രഹിച്ചിട്ട് നമുക്ക് ആ ഡ്രൈവർ ജോലി കിട്ടുകയാണ് ബസ്സിൽ. അങ്ങനെ ആദ്യത്തെ ദിവസം 4 പണിക്കാർ, ഇന്നെയും കൂട്ടിയിട്ട് 5 പണിക്കാർ. ഡ്രൈവർ കണക്കയിലെ മുത്തു, റൈറ്റർ ഈ പറഞ്ഞ അൽമുറസാക്ക്, കണ്ടക്ടർ വേറൊരാൾ, ക്ലീനർ വേറൊരാൾ, അങ്ങനെ 4 ആൾ. പിന്നെ ഞാനൊന്ന് എക്സ്ട്രാ ഇത് പഠിക്കാൻ വന്ന ഒരാളും, അങ്ങനെ 5 ആൾ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 11 മണിൻ്റെ ശേഷം തോന്നുന്നു കുളത്തൂരിൽ നിന്ന് തിരിച്ചാണ് ഞങ്ങൾ പുലാമന്തോൾക്ക് പോകുമ്പോൾ നല്ല ആൾ കയറി. അപ്പോൾ ഇങ്ങനെ റസാക്ക് പറഞ്ഞു, ഈ അമീറാപ്പ പുതിയ വരച്ച റൂട്ടൊക്കെ ഉണ്ട്, സംഭവം സൂപ്പർ കേട്ടോ, നല്ല ആൾ ഇപ്പം തന്നെ ഉണ്ടല്ലോ, അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നല്ല കളക്ഷൻ കിട്ടുമല്ലോ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചാണ് പോയൊക്കെ തന്നെ ആൾക്കാരിങ്ങനെ കൈയായിട്ട് ഇങ്ങനെ കയറൽ തുടങ്ങിയപ്പോൾ ഇവനക്കൊരു ഡൗട്ട്. സമയം നോക്കിക്കൊണ്ട് പറഞ്ഞു, സാരഥിൻ്റെ സമയമാണല്ലോ പടച്ചോനെ, വിട്ടോ എന്ന് പറഞ്ഞക്കാണ്ട് ഡബിൾ ബെല്ലിങ് ഇങ്ങനെ അടിച്ചിട്ടുണ്ട് മുത്തുനോടൊപ്പം. മുത്ത് തിരിഞ്ഞൊക്കെ എന്ത് ചോദിച്ചു, വിട്ടോ സാരഥി പറഞ്ഞു. പിന്നെ മുത്തുകൊണ്ട് വിട്ടു. കുറേ കഴിഞ്ഞൊക്കെ തന്നെ സാരഥി നല്ല സ്പീഡിൽ പോകുന്നതാണ്ട് വിലങ്ങാണ്ടിട്ടു. വിലങ്ങിട്ടുകാണ്ട് ക്ലീനറിൻ്റെ ഇറങ്ങി വന്നു. ക്ലീനർ ഇറങ്ങിയാണ്ട് ഏത് ബാപ്പാടത്ത് കൂടെ ഞങ്ങൾ ഈ വണ്ടി കൊണ്ടുപോയിച്ചാണ്ട് യവൻ ചൂടായി കണ്ട് വന്നു. അപ്പോൾ അൽമ ഇങ്ങനെ എഴുതി വെക്കേണ്ടത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് സൈഡ് കണ്ട് വെച്ചു. എന്നിട്ട് ഇങ്ങനെ ഇരുന്നേണ്ട പറഞ്ഞു, ഇനിയിപ്പോൾ ഇതിനൊരു തീരുമാനമാക്കേണ്ടി വരുമല്ലോ പറഞ്ഞു. ക്ലീനർ നേരെ മുത്തുവിൻ്റെ അടുത്തേക്ക്, ഡ്രൈവറുടെ അടുത്തേക്ക് ആദ്യം ചെയ്യുന്നത്. മുത്തു നേരെ അൽമുവിൻ്റെ അടുത്തേക്ക് വിട്ടു. അൽമു കുറച്ച് ജഗജില്ല കേട്ടോ, അൽമുവിനെ പേടിയാണ് എല്ലാവർക്കും. അൽമു ഡോർ തുറന്നാണ് പുറത്തേക്ക് ഇറങ്ങി. ക്ലീനർ ചോദിച്ചു, അൽമു ഇജ്ജാണ് ഇതിൽ ചോദിച്ചു. ഞാനാണ് ഇതിൽ പറഞ്ഞു. എന്താ എൻ്റെ പ്രശ്നം എന്ന് വെച്ചു. അപ്പോൾ സാരഥിയിലെ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ പാടെ ഇറങ്ങി വന്നു. അപ്പോൾ ഒരു തല്ലുണ്ടാവും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ആ സമയത്ത് സാരഥിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, റസാക്കേ പ്രശ്നം ഉണ്ടാക്കണ്ട, അത് നമുക്ക് വൈകുന്നേരം തീരുമാനിക്കാമായിരുന്നു. അപ്പോൾ റസാക്ക് നോക്കിയാണ്ട് അൽമു നോക്കിയാണ് ഞാൻ നോക്കിയാണ്ട്, ആ മാഷ നിങ്ങൾ ഇതിലുണ്ടായിരുന്നോ? അതേ അറിയാതെ പറ്റിപ്പോയത്, നമുക്ക് പിന്നെ ശരിയാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമീറിനോട് വിളിച്ച് പറഞ്ഞോളാം, നിങ്ങളിപ്പോൾ വിട്ടോളൂ, ഇപ്പോൾ കച്ചറൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ സോൾവ് ആയിപ്പോയി. ഫസ്റ്റിൽ ബസ്സിൽ കച്ചറ കാണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ലീഡർ ബസ് ഞാൻ പുലാമന്തോളിൽ നിന്ന് മലപ്പുറത്തേക്ക് ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യുകയാണ്. എന്തൊരു സന്തോഷത്തിൽ ഡ്രൈവ് ചെയ്യേണ്ടത് അറിയോ. അങ്ങനെ പറപ്പുറമ്പതൊക്കെ 2 ഓണൊക്കെ അടിച്ചു, ചട്ടിപ്പറമ്പതൊക്കെ 1 ഓൺ അടിച്ചു. അങ്ങനെ മലപ്പുറത്ത് എത്തിയപ്പോൾ അൽമ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഡ്രൈവിങ്ങിൽ പ്രശ്നങ്ങളുണ്ടല്ലോ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു അവനോട് എന്ത് പ്രശ്നം? ഞാൻ ഗിയർ മാറ്റിയപ്പോൾ സൗണ്ട് ഉണ്ടായോ, അല്ലെങ്കിൽ വളവെന്ന് എന്തെങ്കിലും ഒടിച്ചുകൊണ്ടിടത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് വെച്ചു. എന്നോട് പറഞ്ഞു, ഡ്രൈവിങ് പലതരം ഉണ്ട്. ഈ ഇതുവരെ പോയത് ഒക്കെ 407 വെള്ളം കൊണ്ടുപോവുക, അതേപോലെ മണൽ കൊണ്ടുപോവുക, അങ്ങനെയൊക്കെയാണ്. ഇതിൽ ആളാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ആൾ കൊണ്ടുപോകേണ്ട സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിച്ചു. അപ്പോൾ അൽമ എന്നോട് പറഞ്ഞു, ഇവിടുന്ന് ഈ വണ്ടി തിരിച്ചു പോകുന്ന സമയത്ത് വണ്ടിയിൽ ആൾക്കാർ നിന്നുകാണ്ടാണ് പോവുക. അപ്പോൾ അവരെ കയ്യിൽ കുട്ടികളോ അല്ലെങ്കിൽ അവരൊക്കെ നിൽക്കുന്ന സമയത്ത് നീ ബ്രേക്ക് ഒട്ടുമ്പോൾ ആൾക്കാർ ഇങ്ങനെ മുന്നിലേക്ക് പോകണ്ടോ നോക്കൊണ്ടിട്ട് പറഞ്ഞു. സംഭവം ശരിയാണേനോ, ഞാൻ ബ്രേക്ക് ഒട്ടുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പോകും. അപ്പോൾ പിന്നെ എന്നോട് അൽമ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ശ്രദ്ധിച്ചു ചോദിച്ചാൽ ശ്രദ്ധിച്ചു പറഞ്ഞു. അത് പാടില്ല. ഒരിക്കലും നമ്മൾ വണ്ടി എടുക്കേണ്ടതും അതേപോലെ വണ്ടി ചവിട്ടേണ്ടതും ആൾക്കാർ അറിയാൻ പാടില്ല. അങ്ങനെ ഡ്രൈവ് ചെയ്യണം. അതാണ് ശരിക്കൊരു ഡ്രൈവർ.
അപ്പോൾ ഞാൻ അൽമുവിനോട് പറഞ്ഞു, അൽമു ഞാൻ എങ്ങനെ നോക്കിയിട്ടത് മനസ്സിലാവണില്ലല്ലോ, ഈ ആൾക്കാർ മുന്നിൽ തന്നെയാണല്ലോ പോകേണ്ടത്, എന്താ ചെയ്യുക? അപ്പോൾ അവൻ പറഞ്ഞത്, വണ്ടി ഒരു സ്റ്റോപ്പിൽ ഇങ്ങനെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നിന്നു എന്ന് കണ്ടങ്ങനെ പതുക്കെ ബ്രേക്ക് വന്ന് കാലിങ്ങനെ എടുക്കുക ചെറുതായിട്ട്. അപ്പോൾ വണ്ടി ഇങ്ങനെ ചെറുതായിട്ട് ഉരുളും, അപ്പോൾ ചെറുതായിട്ട് വണ്ടി ബ്രേക്ക് ഔട്ടും ചെയ്യാം. അതെനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും, അത് ചെയ്ത് നോക്കിയാൽ മതി, അപ്പോഴേ മനസ്സിലാവുള്ളൂ പറഞ്ഞു. അങ്ങനെ ഞാനത് പ്രാക്ടീസ് ചെയ്തു. 1-2 വട്ടമൊക്കെ ഇതേപോലെ വണ്ടി പിന്നെ ഉരുളും, അപ്പം ബെല്ലടിക്കും, അപ്പോൾ നിർത്തും. അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഞാൻ എത്ര സ്പീഡിൽ പോകുന്നു വണ്ടി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ അറിയാത്ത രൂപത്തിൽ ഇങ്ങനെ നിർത്താൻ പഠിച്ചു. അങ്ങനെ പല ടിപ്സുകളും എനിക്ക് പല ആൾക്കാരും പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അതേ പിന്നെ നമ്മൾ സ്വയം പഠിച്ചെടുത്തിട്ടുണ്ട്. അന്നും ഇന്നും ബസ്സിൽ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഹരാണ്. ഇപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. നമ്മൾ വണ്ടിയിൽ നിൽക്കേണ്ട ആൾക്കാരായിക്കോട്ടെ, അതെല്ലാം മുന്നിൽ പോകേണ്ട വണ്ടികളായിക്കോട്ടെ, ബാക്കിൽ വരേണ്ട വണ്ടികൾ, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. പെട്ടെന്ന് മുന്നിലൊരു വണ്ടി കണ്ടാൽ നമ്മളെ കയ്യിൽ എയർ ഓൺ ഉണ്ടെങ്കിൽ പോലും ചെറുതായിട്ടൊന്ന് തൊടുള്ളൂ അതിമേ, അല്ലാതെ ഓൺ അടിച്ച് ഞാൻ പിടിക്കലില്ല. ചെറുതായിട്ടൊരു ഓൺ അടിക്കേണ്ടത് എന്തിനാന്ന് വെച്ചാൽ അവരൊന്ന് അറിയിച്ചു കൊടുക്കുക, അതൊരു ബസ് ഇവിടെ ബാക്കിൽ വന്നിട്ടുണ്ട്, പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മാറിത്തരിക എന്നുള്ള ഒരു അപേക്ഷ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് സാധാരണ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ സമയത്ത് ഓൺ അടിക്കലും അതേപോലെ എല്ലാവർക്കും മാറ്റി കൊടുക്കലൊക്കെ. അതുകൊണ്ട് അന്നും ഇന്നിട്ടോ നമുക്ക് സത്യത്തിൽ ബസ് ഡ്രൈവിംഗ് പറഞ്ഞാൽ ഇഷ്ടമാണ്. ചില ഡ്രൈവർമാരെ റഫ് ഡ്രൈവിങ് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ അവരോട് ഒരു പുച്ഛം തോന്നും. നമ്മളെന്നെ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടേണ്ടത്? നല്ല ഉഷാറായിട്ട് ആരും അറിയാതെ ആർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഗിയർ മാറ്റി, ആർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ ഓണടിച്ച് പോവുക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓണടിച്ച് പോവുക. അങ്ങനെ പോകുമ്പോൾ തന്നെ ആ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ എന്തൊരു രസമാണത് അല്ലേ? ബസ് ഡ്രൈവിങ് ഒരു ഹരം തന്നെയാണ്. അത് ഇപ്പോൾ നാട്ടിൽ പോവുകയാണെങ്കിലും ഞാൻ വണ്ടി ഓടിക്കാനുണ്ട്. അത് എപ്പോഴാണെങ്കിലും ബസ്സിൽ മാത്രമൊന്നുമല്ല കേട്ടോ, ഞാൻ കോറിയിൽ പോയാലുണ്ട്, നിസാനിൽ പോയാലുണ്ട്, അതേപോലെ എംസാൻഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭാരബാൻസായിട്ട് പോയിട്ടുണ്ട്. കൂടുതലും ചെറിയ വണ്ടിയല്ല എനിക്കിഷ്ടം, എനിക്ക് വലിയ വണ്ടികളോടാണ് ഇഷ്ടം. വലിയ വണ്ടീൻ്റെ വലിയ സ്റ്റാരിങ്ങാണ് എനിക്കിഷ്ടം.